തകർന്നുപോയ BRSന് തിരിച്ചുവരവിന്റെ കച്ചിത്തുരുമ്പാണ് ഈ മഹാഭാരത യുദ്ധം. സീറ്റ് ഇരട്ടിയാക്കി ഉറച്ച നിലമൊരുക്കാനുള്ള 18 പയറ്റുകയാണ് പോർഭൂമിയിൽ BJP. വിജയം തുടരാനുറച്ച് കളത്തിലുണ്ട് കോൺഗ്രസ്. ആന്ധ്ര വിഭജനത്തോടെ തകർന്നടിഞ്ഞ കോൺഗ്രസ് തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പ്രതാപം വീണ്ടെടുത്തു. 9 വർഷത്തോളം ഉറങ്ങിക്കിടന്ന കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയ കാലം. മുന്നിൽ നിന്ന് നയിക്കാൻ പാർട്ടിയുടെ ട്രബിൾ ഷൂട്ടറായ അനുമുല രേവന്ത് റെഡ്ഡി. കോട്ടകളെല്ലാം തകർന്നു തരിപ്പണമായി മുന്നിൽ തെലങ്കാന ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന കൽവകുന്തല ചന്ദ്രശേഖർ റാവു. KCR മകൾ K കവിത ഡൽഹി മദ്യനയ അഴിമതി കേസിൽ CBI കസ്റ്റഡിയിൽ തിഹാർ ജയിലിൽ. BRSനും KCRനും നിലനിൽപ്പിനുള്ള കുരുക്ഷേത്ര യുദ്ധം. ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനം. ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കി മോദിയുടെ റാലികളും പൊതുസമ്മേളനങ്ങളും. ലോക്സഭാ മണ്ഡലങ്ങൾ 2019 കണക്ക് പരിശോധിച്ചാൽ BRS അന്നത്തെ തെലങ്കാന രാഷ്ട്ര സമിതിയിലെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും പിങ്ക് അംബാസിഡറിലേറി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കൈക്കരുത്തിലാണ് കോൺഗ്രസ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാര തുടർച്ച നേടിയതിനു ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൈപിടിച്ചുയർത്തിയ ചരിത്രം ആവർത്തിക്കാനാണ് കോൺഗ്രസ് തെലുങ്ക് മണ്ണിൽ വിത്തെറിയുന്നത്. 100 മേനി വിളവാണ് രേവന്ത് റെഡ്ഡിയുടെ ഉറപ്പ്. 14 എണ്ണത്തിലും വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും സമയബന്ധിതമായി അവ നടപ്പാക്കുകയും ചെയ്തതിലൂടെ രേവന്ത് റെഡ്ഡിക്ക് ജനങ്ങൾക്കിടയിൽ താരപരിവേഷമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 6 ഗ്യാരണ്ടികളിൽ 4 എണ്ണവും നടപ്പാക്കി. BRSന്റെ അവശേഷിക്കുന്ന കോട്ട തകർത്ത് വേരുറപ്പിക്കും മുൻപേ താമര പിഴുതെറിയാനും സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ദേശീയമോഹവുമായി സ്വപ്നങ്ങളേറെ കണ്ട KCRന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചൊലിച്ചു പോവുകയാണ്. തെലങ്കാന രാഷ്ട്ര സമിതി 2022 ഭാരത് രാഷ്ട്ര സമിതി എന്ന് മാറ്റിയത് മുതൽ പ്രതീക്ഷകളേറെയായിരുന്നു. ദേശീയ തലത്തിൽ നേതാവായി ഉയരാനുള്ള നീക്കം തകർത്തെറിഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പ്. പിന്നാലെ പാർട്ടിയിൽ നിന്ന് ദിനംപ്രതിയുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൊഴിഞ്ഞുപോക്ക്. കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ BRS നേതാക്കൾ കോൺഗ്രസിലേക്കും BJPയിലേക്കും ഒഴുകുകയാണ്. സീറ്റ് ലഭിച്ചവർ പോലും BRSനെ വിട്ട് കോൺഗ്രസിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികളായി. പാർട്ടി സെക്രട്ടറി ജനറൽ മുതൽ MPമാരും MLAമാരും ഹൈദരാബാദ് കോർപ്പറേഷൻ മേയറും കൗൺസിലർമാരുമെല്ലാം BRS വിട്ട് കോൺഗ്രസിലെത്തി. അഴിമതി ആരോപണങ്ങൾ മുതൽ ഫോൺ ചോർത്തൽ വിവാദം വരെ BRSന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. സീറ്റ് എന്ന ലക്ഷ്യവുമായാണ് BJP കരുനീക്കം. ദക്ഷിണേന്ത്യയിൽ നിന്ന് 50 സീറ്റ് ലക്ഷ്യത്തിൽ ഏറെ പ്രധാനം. കഴിഞ്ഞ തവണ ലഭിച്ചത് 3 സീറ്റുകൾ. അതിലും വ്യത്യസ്തം സ്ഥാനാർത്ഥി പട്ടികയാണ്. 10ലധികം സ്ഥാനാർത്ഥികൾ BRSൽ നിന്നുള്ളവരാണ്. വടക്കൻ തെലങ്കാനയാണ് പ്രതീക്ഷയുടെ മുനമ്പ്. 85% വരുന്ന ഹിന്ദു സമുദായത്തിന്റെ വോട്ടുകളാണ് പെട്ടിയിലെത്തിക്കേണ്ടത്. വിഭാഗീയ ധ്രുവീകരണ രാഷ്ട്രീയം പയറ്റുന്നുണ്ട് പലയിടത്തും. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആദിലാബാദിൽ ക്രിസ്ത്യൻ സ്കൂളിനും അധികൃതർക്കുമെതിരെ ഹനുമാൻ സേന നടത്തിയ ആക്രമണം. വിതയ്ക്കുന്നത് ഹനുമാൻ സേന, കൊയ്യുന്നത് BJP. ദളിത് OBC വോട്ടുകൾ ലക്ഷ്യമിട്ട് മറുഭാഗത്ത് കൈയയച്ച് സഹായിക്കുന്നുവെന്ന രാഷ്ട്രീയ തന്ത്രവും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 7%-ലേറെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 9%-ലേറെയും വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചത് പടിപടിയായുള്ള കയറ്റം എളുപ്പത്തിലാക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ.